നമസ്കാരം. കഴിഞ്ഞ വർഷം സിറിയയിൽ അർദ്ധരാത്രി നടത്തിയ അതിസാഹസികമായ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ ഇസ്രായേൽ വ്യോമസേന പുറത്തുവിട്ടു. സിറിയയിലെ ഇറാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം 120 ഇസ്രായേലി കമാൻഡോകൾ തകർത്തതിന്റെ വിശദാംശങ്ങളാണ് പരസ്യമാക്കിയത്. 2024 സെപ്റ്റംബർ 8-നായിരുന്നു ഓപ്പറേഷൻ മിനി വെയ്സ് എന്ന് പേരിട്ട ദൗത്യം. പടിഞ്ഞാറൻ സിറിയയിലെ മാസെഫ് പ്രദേശത്തിന് സമീപത്തുള്ള ഡീപ് ലെയർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രമാണ് തകർത്തത്. സിറിയൻ വ്യോമസേനയുടെ ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന മേഖലയിലാണ് ഇസ്രായേൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയത്. സിറിയയിലെ അസദ് ഭരണകൂടത്തിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള ഇറാന്റെ മിസൈൽ നിർമ്മാണ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൽ നടപ്പാക്കിയിരുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഒരു ഇസ്രായേൽ സൈനികന് പോലും പോറലേൽക്കാതെയായിരുന്നു ദൗത്യം. 2017 അവസാനത്തോടെയാണ് ഇറാന്റെ ഡീപ് ലെയർ കേന്ദ്രം സിറിയയിൽ തുടങ്ങിയത്. ദക്ഷിണ സിറിയയിലെ ജംറയിൽ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ കേന്ദ്രം ആരംഭിച്ചത്. ഭാവിയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു മല തുറന്ന് 70 മുതൽ 130 മീറ്റർ വരെ ആഴത്തിലാണ് കേന്ദ്രം നിർമ്മിച്ചത്. 2021 കേന്ദ്രം പൂർണ്ണ സജ്ജമായി. കുതിരലാടത്തിന്റെ ആകൃതിയിൽ 3 കവാടങ്ങളാണ് കേന്ദ്രത്തിനുണ്ടായിരുന്നത്. ഒന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ, മറ്റൊന്ന് പൂർത്തിയായ മിസൈലുകൾ പുറത്തു കൊണ്ടുവരാൻ, മൂന്നാമത്തേത് ലോജിസ്റ്റിക്സിനും ഓഫീസിനുമായി. ആകെ 16 നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. വർഷം തോറും ഇവിടെ നിന്ന് 100 മുതൽ 300 വരെ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ടാണ് IDF കണക്കുകൂട്ടുന്നത്. 300 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ മിസൈലുകൾ. ഇസ്രായേൽ അതിർത്തിയുടെ വടക്ക് വെറും 200 കിലോമീറ്ററും സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും 45 കിലോമീറ്റർ മാത്രം അകലെ വളരെ തന്ത്രപ്രധാന സ്ഥലത്തായിരുന്നു ഡീപ് ലെയർ കേന്ദ്രം. ഇസ്രായേലിന്റെ കണ്ണുവെട്ടിച്ച് സിറിയൻ അതിർത്തിയിൽ നിന്ന് നേരിട്ട് ഹിസ്ബുള്ളയ്ക്ക് മിസൈലുകൾ നൽകാൻ ഈ ഭൂഗർഭ കേന്ദ്രം സഹായകമാകുമായിരുന്നു. വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് IDF ഈ കേന്ദ്രത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചത്. ഗസയിൽ ഹമാസുമായും ലെബനനിൽ ഹിസ്ബുള്ളയുമായും ഇറാൻ പിന്തുണയുള്ള മറ്റ് ഭീകര സംഘടനകളുമായും വിവിധ തലങ്ങളിൽ യുദ്ധം തുടങ്ങിയതോടെയാണ് ആപത്തൊഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇസ്രായേലിന്റെ ഏറ്റവും മികവുറ്റ ദീർഘദൂര ദൗത്യങ്ങൾക്കുള്ള ഷാൽദാഗ് യൂണിറ്റും യുദ്ധത്തിലെ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും നിയോഗിക്കുന്ന യൂണിറ്റ് 669നെയുമാണ് ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. 2 മാസത്തോളമാണ് 2 യൂണിറ്റുകൾക്കും വിപുലമായ പരിശീലനം നൽകിയത്. അനുകൂല കാലാവസ്ഥ കൂടി നോക്കിയാണ് തീയതി നിശ്ചയിച്ചത്. സിറിയൻ മിസൈൽ ഭൂഗർഭ കേന്ദ്രത്തിന്റെ ഭൂപടം, സിറിയയുടെ വ്യോമ പ്രതിരോധ ശേഷി, കരസൈനികരുടെ വിന്യാസം എന്നിവ വിലയിരുത്താൻ വിപുലമായ ഇന്റലിജൻസ് ശേഖരണം നടത്തി. 100 ഷാൽദ കമാൻഡോകളും 20 യൂണിറ്റ് 669 മെഡിക്സും 4 CH-53 ചരക്ക് ഹെലികോപ്റ്ററുകളിൽ കയറിയതോടെ ദൗത്യത്തിന് തുടക്കമായി. H-44 അറ്റാക്ക് ഹെലികോപ്റ്ററുകളും 21 പോർ വിമാനങ്ങളും 5 ഡ്രോണുകളും 14 ചാര വിമാനങ്ങളും അടങ്ങുന്ന ടീം അകമ്പടിയായി പറന്നു. സിറിയയുടെ റഡാർ കണ്ണുകളെ കബളിപ്പിക്കാൻ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെയാണ് പറന്നത്. സിറിയയുടെ വ്യോമ മേഖലയിൽ എത്തിയതോടെ ഹെലികോപ്റ്ററുകൾ പരമാവധി താഴ്ന്നു പറന്നു. മസ്യാഫ് മേഖലയിൽ നിന്നും സിറിയൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ സിറിയയുടെ മറ്റ് ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി. ഭൂഗർഭ കേന്ദ്രത്തിന്റെ കവാടത്തിന് സമീപമായി ഹെലികോപ്റ്ററുകൾ താഴ്ന്നിറങ്ങി. യൂണിറ്റ് 669 സൈനികർ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ആർക്കെങ്കിലും അപകടമുണ്ടായാൽ ഒഴിപ്പിക്കാൻ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു ഈ ടീം. കമാൻഡോകളുടെ നേതൃത്വത്തിൽ ഡ്രോണുകൾ കേന്ദ്രമാകെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കനത്ത ബന്ധൗസുള്ള കേന്ദ്രത്തിൽ കടക്കാൻ ഫോർക്ക് ലിഫ്റ്റുകളാണ് കമാൻഡോകൾ ഉപയോഗിച്ചത്. ചിലർ കമാൻഡോകൾക്ക് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേഷനിൽ പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നു. കേന്ദ്രത്തിനകത്ത് കടന്ന കമാൻഡോകൾ ഏകദേശം 660 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് നിർണായകമായ പ്ലാനറ്ററി മിക്സറുകളെ തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. എല്ലാം ഭദ്രമെന്ന് ഉറപ്പാക്കിയ ശേഷം സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭൂഗർഭ കേന്ദ്രം തകർത്തു. ഒരു ചെറു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് ഇസ്രായേലി കമാൻഡോകൾ സാക്ഷ്യപ്പെടുത്തുന്നു. വന്ന അതേ ഹെലികോപ്റ്ററുകളിൽ കയറി 3 മണിക്കൂറിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി കമാൻഡോകൾ മടങ്ങി. 30ഓളം സിറിയൻ ഗാർഡുകളെയും സൈനികരെയും ഈ ഓപ്പറേഷനിൽ വകവരുത്തിയതായി IDF അവകാശപ്പെട്ടു. അതേസമയം 14 പേർ കൊല്ലപ്പെട്ടുവെന്നും 43 പേർക്ക് പരിക്കേറ്റുവെന്നുമായിരുന്നു സിറിയൻ മാധ്യമങ്ങളിൽ വന്നത്.